1993 മാർച്ച് 23-ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ 3-ാമത്തെ പേജിൽ ദ വിൽച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ, അതായത് കഴുകനും ചെറിയ പെൺകുട്ടിയും എന്ന തലക്കെട്ടോടുകൂടി ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു. ഈ ചിത്രം ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. പട്ടിണിയും ക്ഷാമവും ബാധിച്ച സുഡാനിൽ നിന്നുള്ളതായിരുന്നു ആ ചിത്രം. വിശപ്പിനാൽ തളർന്നുപോയ ഒരു കുഞ്ഞു കുട്ടിയുടേതായിരുന്നു അത്. ആ കുട്ടിയുടെ ശരീരത്തിൽ എല്ലുകളെല്ലാം തന്നെ തെളിഞ്ഞു കാണാവുന്നതുപോലെ ശരീരം ഒട്ടിവലിഞ്ഞിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ നൽകുന്ന സൗജന്യ ഭക്ഷണ കൗണ്ടറിലേക്ക് പോകുന്ന വഴി വിശപ്പ് സഹിക്കാനാകാതെ ആ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ ശക്തിയില്ലാതെ വിശന്ന് തളർന്നു വീണ് മുട്ടുകുത്തിയിരിക്കുന്ന ഒരു പാവം കുഞ്ഞ്. ആ കുഞ്ഞ് ശ്വസിക്കുന്നത് പോലും മന്ദഗതിയിലായിരുന്നു. അത്രയ്ക്ക് അവശനിലയിലായിരുന്നു ആ കുട്ടി. ഇതേ സമയത്ത് ഒരു കഴുകൻ പറന്നു വന്ന് നിഷ്കളങ്കയായ ആ കുട്ടിയുടെ തൊട്ട് പിന്നാലെയിരുന്നു. ആ കഴുകൻ്റെ ക്രൂരൻ കണ്ണുകൾ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ആ കുഞ്ഞു കുട്ടീനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ ദുർബലമായ ശരീരം കൊത്തിക്കീറുന്നതിനായി ആ കുഞ്ഞിൻ്റെ മരണം കാത്തിരിക്കുന്നത് പോലെ. ഈ ഒരു ഭയാനകരമായ രംഗം ദക്ഷിണാഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റായ കെവിൻ കാർട്ടർ തൻ്റെ ഫോട്ടോ ക്യാമറയിൽ പകർത്തിയെടുത്തു. അദ്ദേഹം കുറച്ചു നേരത്തേക്ക് സ്തബ്ധനായിപ്പോയി. കാരണം താൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തൻ്റെ ക്യാമറയിൽ പകർത്തപ്പെട്ട ചിത്രങ്ങൾ വെറുമൊരു ചിത്രമായിരുന്നില്ല. പട്ടിണിയുടെയും നിസ്സഹായതയുടെയും അനുഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന സുഡാനിലെ ജനങ്ങളുടെ വിശപ്പിൻ്റെ കഥ പറയുന്ന ചിത്രങ്ങളാണ്. ഈ ചിത്രം പുറത്തു വന്നതോടുകൂടി ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളുടെ കണ്ണുകൾ നിറഞ്ഞു. സുഡാനിലെ പരിതാപസ്ഥിതി ലോകം മനസ്സിലാക്കി സുഡാനിലേക്ക് സഹായമൊഴുകി. ലോകത്തിലെ ഏറ്റവും വലിയ ജേർണലിസ്റ്റ് ഫോട്ടോഗ്രാഫി അവാർഡായ പുലിസ്റ്റർ അവാർഡ് ഈ ചിത്രത്തിലൂടെ കെവിൻ കാർട്ടറിന് ലഭിച്ചു. എന്നാൽ ഇതേ ചിത്രം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായി മാറുകയും ചെയ്തു. മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലക്കിയ ഈ സംഭവകഥയാണ് നമ്മൾ ഇന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയാൻ പോകുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കെവിൻ കാർട്ടർ 1960-ൽ സൗത്ത് ആഫ്രിക്കയിലെ ജെനിസ്ബർഗിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പഠനശേഷം സൗത്ത് ആഫ്രിക്കയിലെ സൈന്യത്തിൽ ചേർന്നു. എന്നാൽ യുദ്ധങ്ങളും സൈനിക ചിട്ടകളും ഇഷ്ടപ്പെടാതിരുന്നതിനാൽ അദ്ദേഹം സൈനിക സേവനം ഉപേക്ഷിച്ച് വ്യോമസേനയിൽ ചേർന്നു. ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചനം അതിൻ്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. കറുത്ത വർഗ്ഗക്കാരുടെ മേൽ വെളുത്ത വർഗ്ഗക്കാരുടെ പലതരം അതിക്രമങ്ങൾ നടന്നു. കെവിൻ കാർട്ടർ വെളുത്ത വർഗ്ഗക്കാരനായിരുന്നുവെങ്കിലും കറുത്ത വർഗ്ഗക്കാരോടുള്ള അതിക്രമങ്ങൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം വ്യോമസേനയിൽ ജോലി ചെയ്തിരുന്ന സമയത്തും അത്തരം വിവേചനങ്ങൾ അദ്ദേഹം നേരിൽ കണ്ടു. ഒരു തവണ മെസ്സിൽ ഭക്ഷണം വിളമ്പുകയായിരുന്ന കറുത്ത വർഗ്ഗക്കാരനായ വെയിറ്ററോട് വെളുത്ത വർഗ്ഗക്കാരായ ഏതാനും സഹപ്രവർത്തകർ വെയിറ്ററെ അപമാനിക്കുകയും അവർ തമ്മിൽ തർക്കത്തിലാവുകയും ഒടുവിൽ വെളുത്ത വർഗ്ഗക്കാരായ പട്ടാളക്കാർ കറുത്ത വർഗ്ഗക്കാരനായ വെയിറ്ററെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അത് തടയാൻ ശ്രമിച്ച കെവിൻ കാർട്ടറെ സഹപ്രവർത്തകർ മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവം അദ്ദേഹത്തെ ഏറെ ദുഃഖിപ്പിച്ചു. 4 വർഷങ്ങൾ വ്യോമസേനയിൽ അദ്ദേഹം ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കെ 1983-ൽ ചർച്ച് സ്ട്രീറ്റ് ആക്രമണം നടക്കുകയാണ്. 1983 മെയ് 20-ന് വൈകുന്നേരം 4:30 കഴിയുന്ന സമയത്ത് ദക്ഷിണാഫ്രിക്കൻ തലസ്ഥാനമായ പ്രിറ്റോറിയയിലെ ചർച്ച് സ്ട്രീറ്റിനടുത്തുള്ള ദക്ഷിണാഫ്രിക്കൻ വ്യോമസേന ഹെഡ്ക്വാർട്ടേഴ്സ് സ്ക്വയർ കെട്ടിടത്തിന് പുറത്ത് തീവ്രവാദികൾ ഒരു കാർ ബോംബ് സ്ഫോടനം നടത്തുന്നു. ഈ സ്ഫോടനത്തിൽ 19 പേർ മരിക്കുകയും 217 പേർക്ക് മാരകമായ പരിക്കുകൾ പറ്റുകയും ചെയ്യുന്നു. കെവിൻ കാർട്ടർ ഇതേ സമയത്ത് ആ വ്യോമസേന ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നു. ബോംബ് സ്ഫോടനത്തിൻ്റെ ഒച്ചപ്പാടുകൾ കേട്ട് പുറത്തിറങ്ങി നോക്കിയ അദ്ദേഹം കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ചിന്നിച്ചിതറിക്കിടക്കുന്ന മനുഷ്യമാംസം തുടിക്കുന്നത് അദ്ദേഹം കണ്ടു. തെരുവുകളും ചുവരുകളും രക്തക്കറകളാൽ നിറഞ്ഞിരുന്നു. മുറിവേറ്റവരുടെ നിലവിളികൾ ആ തെരുവൊന്നാകെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. ഈ വേദനാജനകമായ രംഗം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിൽ ആഴത്തിൽ സ്വാധീനിച്ചു. ഇത്തരം സംഭവങ്ങളുടെ ചിത്രങ്ങളെടുത്ത് ലോകത്തിനു മുന്നിൽ സത്യങ്ങൾ തുറന്നു കാണിക്കുന്ന ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആവുക എന്ന ആശയം കെവിൻ കാർട്ടറുടെ മനസ്സിലേക്ക് ഉദിക്കുന്നത് ഈ ഒരു സംഭവത്തോടെയാണ്. അങ്ങനെ അദ്ദേഹം വ്യോമസേനയിലെ ജോലി ഉപേക്ഷിച്ച് ജോഹന്നാസ്ബർഗിലേക്ക് പോവുകയും അവിടെ വച്ച് അദ്ദേഹം ഒരു ഫോട്ടോ ജേർണലിസ്റ്റായി മാറുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആദ്യം ജോഹന്നാസ്ബർഗ് സൺഡേ എക്സ്പ്രസ്സിൽ വാരാന്ത്യ സ്പോർട്സ് ഫോട്ടോഗ്രാഫറായി പത്രപ്രവേശനത്തിലേക്ക് കടന്നു. 1984-ൽ കറുത്ത വർഗ്ഗക്കാരുടെ ഗ്രാമത്തിലേക്ക് വർണ്ണവിവേചനത്തിൻ്റെ കലാപങ്ങൾ ആളിപ്പടർന്നു. ഇതേ സമയം കെവിൻ കാർട്ടർ വർണ്ണവിവേചനത്തിൻ്റെ ക്രൂരത തുറന്നുകാട്ടാൻ ആഗ്രഹിച്ച
വെളുത്ത വർഗ്ഗക്കാരായ 3 ഫ്രീലാൻസ് ഫോട്ടോ ജേർണലിസ്റ്റുകാരോടൊപ്പം ചേർന്നു. അവർ വർണ്ണവിവേചനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പകർത്തി ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം ലോകത്തോട് തുറന്നു കാട്ടാൻ അവർ പ്രയത്നിച്ചു. കെവിൻ കാർട്ടർ തൻ്റെ ക്യാമറ ലെൻസുകളിൽ ദക്ഷിണാഫ്രിക്കയുടെ വേദനാജനകമായ അവസ്ഥകൾ പകർത്തി. അദ്ദേഹം അക്രമങ്ങളെ വിമർശിച്ചുകൊണ്ട് 100 കണക്കിന് ക്രൂരമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വർണ്ണവിവേചനങ്ങൾക്ക് കൂട്ടുനിന്നതായി സംശയിച്ചിരുന്നവരെ നെക്ലേസിംഗ് എന്ന നിയമവിരുദ്ധ പരസ്യ ശിക്ഷാവിധികൾക്ക് വിധേയമാക്കിയിരുന്നു. കഴുത്തിൽ റബ്ബർ ടയർ അണിയിച്ച് ആ ടയറിൽ ഓയിൽ ഒഴിച്ച് തീയിടും. ടയർ ഉരുകി ശരീരത്തിലേക്ക് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന പൊള്ളലുകളും തീ ആളിക്കത്തുമ്പോൾ മരണത്തിന് തൊട്ടുമുമ്പുള്ള അവരുടെ വേദനാജനകമായ അവസ്ഥകളും ആദ്യമായി ക്യാമറയിൽ പകർത്തിയത് കെവിൻ കാർട്ടറായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കുമ്പോൾ മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ അതിഭീകരമായ ആഭ്യന്തര യുദ്ധത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. സുഡാൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി സർക്കാരിനെ അട്ടിമറിക്കാൻ യുദ്ധം ചെയ്യുകയായിരുന്നു. ഈ പോരാട്ടം വളരെ കാലം നീണ്ടുനിന്നു. ഇത് സുഡാൻ എന്ന രാജ്യത്തെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടു. സുഡാനിലെ ജനങ്ങൾ ഭക്ഷ്യക്ഷാമം മൂലം ദുരിതം അനുഭവിച്ചു. സ്ഥിതിഗതികൾ വളരെയധികം മോശമായി. തുടർന്നുള്ള 2 വർഷങ്ങൾക്കിടയിൽ 2.5 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ പട്ടിണിയാലും അതേ തുടർന്നുണ്ടാകുന്ന രോഗങ്ങളാലും പകർച്ചവ്യാധികളാലും മരണപ്പെട്ടു. 10 ലക്ഷത്തോളം ആൾക്കാർ സുഡാനിൽ നിന്നും നിർബന്ധിത കുടിയിറക്കലിന് വിധേയമായി. ഇത്രയും വലിയ മോശം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഗവൺമെൻറ്റും സുഡാനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയും പുറത്തു നിന്നുള്ള സഹായങ്ങൾ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിനാൽ പട്ടിണി മൂലം ആൾക്കാരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി UN ഐക്യരാഷ്ട്രസഭ ഇതിൽ ഇടപെട്ടു. അങ്ങനെ 1989 സുഡാനീസ് ജനങ്ങളെ സഹായിക്കുന്നതിനായി UN ഐക്യരാഷ്ട്രസഭ ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ ആരംഭിച്ചു. അങ്ങനെ സുഡാനി ജനങ്ങൾക്കായി ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിക്കാൻ തുടങ്ങി. എന്നാൽ സുഡാനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി UN പ്രവർത്തകരെയും ഫോട്ടോ ജേർണലിസ്റ്റുകാരെയും ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങി. 1992 സെപ്റ്റംബറിൽ സുഡാനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി 3 UN തൊഴിലാളികളെയും ഒരു ഫോട്ടോ ജേർണലിസ്റ്റിനെയും കൊന്നുകളഞ്ഞു. അതിൻ്റെ ഫലമായി UN ഐക്യരാഷ്ട്രസഭയുടെ സഹായങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. 1993 ആഭ്യന്തര യുദ്ധം സുഡാനിൽ കൂടുതൽ രൂക്ഷമായി. ഈ സമയത്ത് UN സൈനിക ആസ്ഥാനങ്ങളിൽ സൈനിക യോഗങ്ങൾ സംഘടിപ്പിക്കുകയും വീണ്ടും UN ഐക്യരാഷ്ട്രസഭയുടെ ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ സുഡാനിലെ നിർണായക സാഹചര്യങ്ങളും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളും ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതിന് ചില ഫോട്ടോ ജേർണലിസ്റ്റുകളെ കൂടി സുഡാനിലേക്ക് അയക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ സുഡാനിലേക്ക് ഫോട്ടോ ജേർണലിസത്തിനായി പോകാൻ അവസരം കിട്ടിയ ഒരു വ്യക്തി അമേരിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റായ ജാവോ സിൽവയായിരുന്നു. അദ്ദേഹം മുന്നേ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന തൻ്റെ സുഹൃത്തായ കെവിൻ കാർട്ടറിന് തന്നോടൊപ്പം സുഡാനിലേക്ക് ചെല്ലാൻ താല്പര്യമുണ്ടോ എന്ന് മെയിൽ അയച്ചു. ഉടനെ തന്നെ ഫ്രീലാൻസ് കരിയറിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കിയ കെവിൻ കാർട്ടർ ജാവോ സിൽവയ്ക്കൊപ്പം സുഡാനിലേക്ക് പോകാൻ തയ്യാറായി. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം കെവിനും സിൽവയും സുഡാനിലേക്കുള്ള വിമാനം കയറി. എന്നാൽ സുഡാനിലെ സാഹചര്യം വഷളായിരുന്നതിനാൽ അവർക്ക് നെയ്റോബിയിൽ ഇറങ്ങേണ്ടി വന്നു. കുറച്ച് ദിവസം നെയ്റോബിയിൽ തങ്ങിയ അവർ സുഡാനിലെ യുദ്ധങ്ങളും സാഹചര്യങ്ങളും നിരീക്ഷിച്ച ശേഷം അവർ പതിയെ ദക്ഷിണ സുഡാനിലേക്കെത്തി. അവർ UN ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി അവരുടെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു. അവർ ഒരേ സ്ഥലത്താണ് താമസിച്ചിരുന്നതെങ്കിലും സുഡാനിലെ വ്യത്യസ്തമായ കാഴ്ചകളും റിപ്പോർട്ടുകളും തേടി ഇരുവരും വ്യത്യസ്തമായ ദിശകളിലേക്ക് പോവുകയും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവർ സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വലയുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടുകളും നേർക്കാഴ്ചകളും അവർ പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഫോട്ടോ ജേർണലിസ്റ്റുകാരുടെ സുരക്ഷ ഒരുക്കുന്നതിനായി സുഡാനീസ് പട്ടാളത്തിലെ ഓരോ പട്ടാളക്കാർ വീതം ജാവോ സിൽവയെയും കെവിൻ കാർട്ടറിനെയും അനുഗമിക്കുമായിരുന്നു. പട്ടാളക്കാരൻ്റെ സാമീപ്യമുള്ളതിനാൽ കെവിൻ കാർട്ടറിന് താൻ ഉദ്ദേശിക്കുന്നത് പോലുള്ള സുഡാനിലെ ദുരിത കാഴ്ചകൾ പകർത്തുന്നതിനോ റിപ്പോർട്ട് ചെയ്യുന്നതിനോ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയിരിക്കെ കെവിൻ കാർട്ടർ തന്നോടൊപ്പം നടക്കുന്ന പട്ടാളക്കാരനുമായി ഒരു സൗഹൃദ ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു. ആ പട്ടാളക്കാരന് കെവിൻ കാർട്ടറുടെ കയ്യിൽ കിടക്കുന്ന വാച്ച് കൗതുകകരമായി തോന്നിയതിനാൽ കെവിൻ കാർട്ടർ തൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് അഴിച്ച് ആ പട്ടാളക്കാരന് സമ്മാനിച്ചു. സുഡാൻ പോലുള്ള രാജ്യത്തിലെ ഒരു പട്ടാളക്കാരന് ഒരു വാച്ച് പോലും വലിയൊരു സംഭവമായി തോന്നിയിരുന്നതിനാൽ കെവിൻ കാർട്ടറിൽ നിന്ന് അത് സമ്മാനമായി കിട്ടിയപ്പോൾ ആ പട്ടാളക്കാരൻ കെവിൻ കാർട്ടറിന് വേണ്ടി എന്ത് സഹായവും ചെയ്തു തുടങ്ങി. അദ്ദേഹം ഒരു ബോഡി ഗാർഡിനെ പോലെ കെവിൻ കാർട്ടറിന് സുരക്ഷ നൽകി.
അത് കെവിൻ കാർട്ടറിന് തൻ്റെ ജോലി ചെയ്യാൻ കൂടുതൽ എളുപ്പമായി. ഏത് ദുർഘട സാഹചര്യത്തിലും പോയി അദ്ദേഹം ചിത്രങ്ങൾ പകർത്തുകയും അവയെല്ലാം റിപ്പോർട്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കെവിൻ കാർട്ടർ അപ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ല ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ താൻ ലോകമറിയപ്പെടാൻ പോകുന്ന ഒരു ചിത്രം എടുക്കാൻ പോവുകയാണെന്ന്. സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ കുടിയിറക്കപ്പെട്ടവരും യുദ്ധക്കെടുതിയിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കുറേ മനുഷ്യർ തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് കെവിൻ കാർട്ടർ നടന്നെത്തുന്നത്. അവിടെ UN ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഫീഡിംഗ് സെൻറ്റർ തുറന്നിരിക്കുന്നു. അതിൻ്റെ ഫോട്ടോസുകൾ എടുക്കാനായിരുന്നു കെവിൻ അവിടേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവിടെ ഒരു കുഞ്ഞു കുട്ടിയിന്മേൽ പതിഞ്ഞു. അതൊരു പെൺകുട്ടിയായി അദ്ദേഹത്തിന് തോന്നി. ആ കുട്ടിയുടെ മാതാപിതാക്കൾ വിമാനം വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോയിരുന്നതിനാൽ ആ കുട്ടി തനിച്ചായിരുന്നു. UN ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷണ കൗണ്ടറിലേക്ക് ആളുകൾ പോയി ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് കണ്ട ആ കുട്ടി ആ ഭക്ഷണ കൗണ്ടർ ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾ ആഹാരം കഴിക്കാതെ കിടന്ന ആ കുട്ടി അവശ നിലയിലായിരുന്നു. കെവിൻ കാർട്ടർ ആ കുട്ടിയുടെ ഓരോ ചലനങ്ങളായി പകർത്തിയെടുക്കാൻ തുടങ്ങി. വിശന്നു വലങ്ങി എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാതെ UN ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷണ കൗണ്ടർ ലക്ഷ്യമാക്കി ആ കുട്ടി ഓരോ അടിയും മുന്നോട്ട് വെച്ച് മെല്ലെ മെല്ലെ നടക്കുകയായിരുന്നു. എന്നാൽ വിശപ്പ് കാരണം ദുർബലമായ ആ കുട്ടിക്ക് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാകാതെ പാതി വഴിയിൽ വീണുപോകുന്നു. മുട്ടിന്മേൽ എഴുന്നേൽക്കാൻ പോലും ആകാതെ കത്തിക്കാളുന്ന വിശപ്പിനാലും ചുട്ടുപൊള്ളുന്ന വെയിലേറ്റ് കൈവിരലുകൾ തലയിൽ വെച്ച് ആ കുട്ടി അങ്ങനെ തന്നെയിരുന്നു. വെയിലിൻ്റെ ചൂടും വിശപ്പും നിസ്സഹായതയും ആ കുട്ടിയെ മാനസികമായും ശാരീരികമായും തളർത്തിയിരിക്കുന്നു. ആരുടെയും മനസ്സിലേക്കുന്ന ആ കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ പകർത്തിയെടുത്ത കെവിൻ കാർട്ടറിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് മറ്റൊരു സംഭവം അവിടെ നടന്നു. കെവിൻ കാർട്ടർ ക്യാമറ ആംഗിളും ലെൻസും മാറ്റുന്നതിനിടയിൽ ആ നിലത്ത് വീണുപോയ കുട്ടിയുടെ കുറച്ച് പിന്നിലായി ഒരു കഴുകൻ പറന്നു വന്നിരുന്നു. ആ കുഞ്ഞിൻ്റെ മരണം കാത്തിരിക്കുന്നത് പോലെ ആ കഴുകൻ്റെ കണ്ണുകൾ ആ കുഞ്ഞിനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. ആ നിമിഷങ്ങൾ വളരെ ഹൃദയഭേദകമായിരുന്നു. വിശന്ന് തളർന്ന് വീണുപോയ കുഞ്ഞിനെയും ആ കുഞ്ഞിനെ ഭക്ഷണമാക്കാൻ കാത്തിരിക്കുന്ന കഴുകനെയും കെവിൻ കാർട്ടറുടെ ക്യാമറ ലെൻസുകൾ ഒരേ ഫ്രെയിമിൽ നിരവധി തവണ പകർത്തിയെടുത്തു. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ആ ദാരുണമായ നിമിഷങ്ങൾ തൻ്റെ ക്യാമറയിൽ പകർത്തിയ ശേഷം കഴുകൻ്റെ മറ്റ് ചലനങ്ങൾക്കായി അദ്ദേഹം 20 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കഴുകൻ ഇരു ചിറകുകൾ വിരിച്ചിരിക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയായിരുന്നു അത്. എന്നാൽ ഏറെ നേരം കാത്തിരുന്നിട്ടും അത്തരമൊന്നും ഉണ്ടാകാത്തതിനാൽ കെവിൻ കാർട്ടർ ആ കഴുകനെ ആ കുഞ്ഞിൻ്റെ അടുത്തു നിന്നും തുരത്തി ഓടിച്ചു. അന്നത്തെ അസൈൻമെൻറ്റ് പൂർത്തിയാക്കി വൈകുന്നേരം കെവിൻ കാർട്ടറിനും ജാവോ സിൽവയും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ കെവിൻ കാർട്ടർ തനിക്കന്ന് പകർത്താൻ പറ്റിയ കുഞ്ഞിൻ്റെയും കഴുകൻ്റെയും ചിത്രം അഭിമാനത്തോടെ ജാവോ സിൽവയെ കാണിച്ചു. അത് കണ്ട് അദ്ദേഹം സ്തബ്ധനായിപ്പോയി. സുഡാനിലെ വിശപ്പിൻ്റെ കഥ പറയാനാകുന്ന ഒരു ഹൃദയസ്പർശിയമായ ചിത്രം. കുറച്ച് ദിവസങ്ങൾ കൂടി സുഡാനിൽ തങ്ങി UN ഐക്യരാഷ്ട്രസഭ ഏൽപ്പിച്ച അസൈൻമെൻറ്റ് പൂർത്തിയാക്കി ഫോട്ടോ ജേർണലിസ്റ്റുകാരായ ജാവോ സിൽവയും കെവിൻ കാർട്ടറും സുഡാനിൽ നിന്ന് മടങ്ങി. അതിനുശേഷം കെവിൻ കാർട്ടർ താൻ പകർത്തിയ കഴുകനും കുഞ്ഞിൻ്റെയും ഫോട്ടോ ഇത് ന്യൂയോർക്ക് ടൈംസിന് അയച്ചു കൊടുത്തു. 1993 മാർച്ച് 26 ന്യൂയോർക്ക് ടൈംസിൻ്റെ 3-ാമത്തെ പേജിൽ ദ വിൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്ന തലക്കെട്ടോടുകൂടി ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. ഈ ചിത്രം ലോക രാജ്യങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. ഈ ഫോട്ടോ ലോകമെമ്പാടും പ്രചരിച്ചു. നിസ്സഹായയായ ആ പെൺകുട്ടിയുടെ ചിത്രം കണ്ട പലരും പൊട്ടിക്കരഞ്ഞു. ഈ ഫോട്ടോയെ അനുകൂലിച്ചും വിമർശിച്ചും പലരും ദ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിലേക്ക് മെയിലുകൾ അയച്ചു. സുഡാനിലെ സ്ഥിതിഗതികൾ പുറത്തു കൊണ്ടുവരാൻ ഈ ചിത്രങ്ങൾ പകർത്തിയ കെവിൻ കാർട്ടറെ പലരും പ്രശംസിച്ചു. എന്നാൽ ആ പെൺകുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ പലർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന നിരന്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതായപ്പോൾ കെവിൻ കാർട്ടറിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി. ഫോട്ടോഗ്രാഫിന് വേണ്ടി കെവിൻ കാർട്ടർ ആ കുഞ്ഞിനെ കഴുകന് ഭക്ഷണമാക്കാൻ വിട്ടുകൊടുത്തു എന്നതുവരെ ആൾക്കാർ പറഞ്ഞു നടന്നു. ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഓരോ ദിവസവും 100 കണക്കിന് കോളുകളും ലെറ്ററുകളും ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിൽ എത്തിക്കൊണ്ടേയിരുന്നു. വിവാദങ്ങൾ വളരെയധികം വഷളായി. ഈ സാഹചര്യത്തിൽ ന്യൂയോർക്ക് ടൈംസ് ഈ വിഷയത്തിൽ പ്രത്യേകമായ ഒരു വാർത്താക്കുറിപ്പിറക്കി. കെവിൻ കാർട്ടർ ഫോട്ടോസുകൾ എടുത്ത ശേഷം കഴുകനെ ആ കുട്ടിയുടെ അരികിൽ നിന്നും തുരത്തി ഓടിച്ചുവെന്നും അത് കഴിഞ്ഞ് ഏറെ നേരങ്ങൾക്ക് ശേഷം ആ കുട്ടി അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് മെല്ലെ നടന്ന് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് എത്തിയെന്നും അങ്ങനെ ആ പെൺകുട്ടിയെ അതിജീവിച്ചുവെന്നും ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി.
എന്തൊക്കെയായാലും ആ ഒരു ഫോട്ടോസിലൂടെ കെവിൻ കാർട്ടർ ജനപ്രിയമായി. വിവാദങ്ങൾ വളരുന്നത് കണ്ട കെവിൻ കാർട്ടർ തന്നെ അവിടെ നടന്ന അന്നത്തെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ മുന്നോട്ട് വന്നു. സുഡാനിൽ വിശപ്പിനാൽ മണിക്കൂറിൽ 20-ലധികം ആൾക്കാർ മരിക്കുന്നുണ്ട്. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന നിലയിൽ അത്തരം നിരവധി വൈകാരിക നിമിഷങ്ങൾ നേരിൽ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ആ കഴുകനെ ആ പെൺകുട്ടിയുടെ അരികിൽ നിന്ന് ഓടിച്ചു വിട്ടുവെങ്കിലും പകർച്ചവ്യാധി ഭീഷണിയുള്ളതിനാൽ ആരെയും തുടരുതെന്ന നിർദ്ദേശങ്ങൾ തന്നിരുന്നതിനാൽ ആ പെൺകുട്ടിയെ ഭക്ഷണ വിതരണം ചെയ്യുന്നിടത്ത് എത്തിക്കാനുള്ള സഹായം ചെയ്യാൻ തനിക്കായില്ല. അത് പിന്നീട് തന്നെ ഏറെ ദുഃഖിപ്പിച്ചുവെന്നും ആ കുറ്റബോധം തന്നെ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ വേട്ടയാടുന്നുണ്ടെന്നും കെവിൻ കാർട്ടർ പറഞ്ഞു. കെവിൻ കാർട്ടർ വിശദീകരണം നൽകി ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും വിവാദങ്ങൾ അവസാനിക്കാതെ പിന്തുടർന്നു. എല്ലാവർക്കും ആ കുഞ്ഞിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. അങ്ങനെയിരിക്കെ എൽ മുണ്ടോ എന്ന പത്രത്തിൽ ഈ ഫോട്ടോയെക്കുറിച്ചൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു വന്നു. ആ ഫോട്ടോസ് വലിയ റെസൊല്യൂഷനുകളിലേക്ക് കൺവെർട്ട് ചെയ്ത് സൂം ചെയ്ത് പരിശോധിച്ചപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ T3 എന്നൊരു ടാഗ് കെട്ടിയിരിക്കുന്നത് കണ്ടെന്നും ആ അടയാളം വെച്ച് കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നായിരുന്നു ആ പത്ര റിപ്പോർട്ട്. UN ഐക്യരാഷ്ട്രസഭയുടെ ഫീഡിംഗ് സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് ഈ കോഡ് ടാഗ് ലഭിക്കുന്നത്. ആയതിനാൽ തന്നെ ആ കുട്ടിയെയും UN ഐക്യരാഷ്ട്രസഭയുടെ ഫീഡിംഗ് സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. T എന്ന കോഡ് കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നവർ എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ കോഡ് നോക്കിയായിരുന്നു അതിനനുസരിച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ UN ഐക്യരാഷ്ട്രസഭയുടെ ഫീഡിംഗ് സെന്ററിൽ നിന്നും നൽകിയിരുന്നത്. എന്തൊക്കെയായാലും വിവാദങ്ങളും ആ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതേ സമയത്ത് ഈ ഫോട്ടോയും ഈ ഫോട്ടോ പകർത്തിയ കെവിൻ കാർട്ടറും ലോക പ്രശസ്തി നേടിയിരുന്നു. ലോകത്തിലെ എല്ലാ പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു വന്നു. 1994 ഏപ്രിൽ 12-ന് പത്രപ്രവർത്തന മേഖലയിലെ ഫോട്ടോ ജേർണലിസ്റ്റുകാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡായ പുലിസ്റ്റർ അവാർഡ് കെവിൻ കാർട്ടറിന് ലഭിച്ചു. ലോകത്തിൽ അറിയപ്പെടുന്ന ഇത്രയും വലിയ അവാർഡ് ലഭിച്ചുവെങ്കിലും കെവിൻ കാർട്ടറിൻ്റെ മനസ്സിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. അതിനു കാരണം കെവിൻ കാർട്ടറെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ചില പത്രക്കാരുടെ ചോദ്യങ്ങളും പരിഹാസങ്ങളുമായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പത്രപ്രവർത്തകൻ കെവിൻ കാർട്ടറിനോട് ചോദിച്ചു, ആ കുട്ടിയുടെ അരികെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു? കെവിൻ കാർട്ടർ പറഞ്ഞു, ഒരു കഴുകൻ. അപ്പോൾ ആ പത്രപ്രവർത്തകൻ കെവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, അവിടെ 2 കഴുകന്മാരുണ്ടായിരുന്നു. ഒന്ന് വിശന്ന് തളർന്നു കിടക്കുന്ന കുട്ടിയെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കഴുകനും മറ്റൊന്ന് അത് ക്യാമറയിൽ പകർത്താൻ ക്യാമറയുമായി നിന്ന മറ്റൊരു കഴുകനും. ഈ വാക്കുകൾ കെവിൻ കാർട്ടറുടെ ഹൃദയത്തെ സ്പർശിച്ചു. അതോടെ കെവിൻ കാർട്ടർ മാനസികമായി തളർന്നു പോയിരുന്നു. ഒരു വശത്ത് ആ കുഞ്ഞിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധവും മറുവശത്ത് ആ ചിത്രങ്ങൾ പകർത്തിയതിന് കിട്ടിയ അവാർഡുകൾ കാണുമ്പോൾ സന്തോഷത്തിന് പകരം ഉണ്ടാകുന്ന അപകർഷതാബോധവും. ആ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കെവിൻ കാർട്ടറിന് പിന്നീട് ഒരിക്കലും കരകയറാൻ കഴിഞ്ഞില്ല. അവൻ ആഴത്തിൽ വിഷാദങ്ങളിലേക്ക് വഴുതി വീണു. ഉറങ്ങാൻ കിടന്നാൽ അവന് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. വിശപ്പിനാൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെയും നിരപരാധികളായ ആൾക്കാർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളുടെയും ചിന്നിച്ചിതറിക്കിടക്കുന്ന മനുഷ്യമാംസങ്ങളുടെയും താൻ കണ്ട നേർക്കാഴ്ചകൾ കെവിൻ കാർട്ടറിനെ ഉറക്കമില്ലാത്തവനാക്കി മാറ്റി. ഒടുവിൽ അവൻ്റെ മനസ്സിനെ അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ദുഃഖിതനായി മാറിയ കെവിൻ കാർട്ടർ 1994 ജൂലൈ 27-ന് മരണത്തെ സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം തൻ്റെ സന്തോഷകരമായ കുട്ടിക്കാലം ചിലവരിച്ചിരുന്ന ജോഹന്നാസ്ബർഗിലെ വടക്കൻ പ്രാന്തപ്രദേശത്തു കൂടി ഒഴുകുന്ന ഒരു ചെറിയ നദിയുടെ തീരത്ത് രാത്രി 9 മണിയോടെ കെവിൻ കാർട്ടർ തൻ്റെ ചുവന്ന നിസാൻ പിക്കപ്പ് ട്രക്ക് ഫീൽഡ് ആൻഡ് സിറ്റി സെൻറ്ററിലെ ഒരു ബ്ലൂ ഗൺ മരത്തിൽ തട്ടി നിർത്തി. പിന്നെ അദ്ദേഹം പിക്കപ്പ് ട്രക്കിൻ്റെ എക്സോസിസ് പൈപ്പിൽ നിന്നും ഒരു ഓസ് ഘടിപ്പിച്ച് ആ ഓസ് തൻ്റെ കാറിനുള്ളിലേക്ക് ഡോർ ഗ്ലാസ് വിൻഡോ വഴി ഉള്ളിലേക്ക് കടത്തിയിട്ടു. എന്നിട്ട് കെവിൻ കാർട്ടർ കാറിനുള്ളിൽ കയറി എൻജിൻ ഓൺ ചെയ്തു. എന്നിട്ട് അദ്ദേഹം തൻ്റെ വാക്മാനിൽ മ്യൂസിക് പ്ലേ ചെയ്ത് കാറിനുള്ളിലെ ഗ്ലാസുകളെല്ലാം തന്നെ ഫുൾ ഉയർത്തി കിടന്നുറങ്ങി. കാറിൻ്റെ എക്സോസിസ് വഴി പുറത്തു വരുന്ന കാർബൺ മോണോക്സൈഡ് കാറിനുള്ളിലേക്ക് നിറയുകയും ആ കാർബൺ മോണോക്സൈഡ് വിഷവാതകം ശ്വസിച്ച് കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഫോട്ടോ ജേർണലിസ്റ്റുകാർക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പുലിസ്റ്റർ അവാർഡ് ലഭിച്ച് 3.5 മാസം കഴിയുന്ന സമയത്തായിരുന്നു കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് വെറും 33 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടി. ആ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ ശരിക്കും ഖേദിക്കുന്നു, ഞാൻ ശരിക്കും വേദനിക്കുന്നു.
എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷം ഒട്ടും തന്നെയില്ല. ഞാൻ തകർന്നു. ഞാൻ കണ്ട കൊലപാതകങ്ങൾ, ചിതറിയ ശരീരങ്ങൾ, ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ, ഇവയെല്ലാം എന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ഫോണില്ലാതെ വാടകയ്ക്ക് പണം, കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള പണം, കടങ്ങൾക്കുള്ള പണം. എൻ്റെ ഓർമ്മകളിലേക്ക് പട്ടിണി കിടക്കുന്നതും മുറിവേറ്റതുമായ കുട്ടികളുടെയും ട്രിഗർ ഹാപ്പി ഭ്രാന്തന്മാരുടെയും വർണ്ണവെറിയുടെയും കൊലയാളികളുടെയും രൂപങ്ങൾ തെളിഞ്ഞു വരുന്നു. പിന്നെ ഇത്, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്ത് കെന്നിനൊപ്പം ചേരാൻ പോവുകയാണ്. ഇതായിരുന്നു കെവിൻ കാർട്ടറുടെ ആത്മഹത്യാക്കുറിപ്പ്. കെവിൻ കാർട്ടറുടെ മരണശേഷവും അദ്ദേഹം എടുത്ത കഴുകനും പെൺകുട്ടിയും എന്ന ഫോട്ടോയുടെ ജിജ്ഞാസയും വിവാദങ്ങളും തീരുന്നുണ്ടായിരുന്നില്ല. ആ ഫോട്ടോയിലെ പെൺകുട്ടി ഇപ്പോൾ സുഖമായി ഇരിക്കുന്നോ എന്നറിയാനുള്ള ആകാംക്ഷ ആൾക്കാരിൽ അവസാനിച്ചിരുന്നില്ല. ആയതിനാൽ തന്നെ പലരും ആ പെൺകുട്ടിയെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ തുടർച്ചയായ 18 വർഷങ്ങളുടെ അന്വേഷണത്തിനൊടുവിൽ 2011 ക്രോണിക് പബ്ലിക്കേഷൻ്റെ ജീവനക്കാർ അന്ന് UN ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷണ വിതരണം നടന്നിരുന്ന സ്ഥലത്തേക്ക് പോവുകയും നിരവധി ആൾക്കാരുമായി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ 18 വർഷങ്ങൾക്ക് മുൻപ് ആ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന മേരി ന്യൂലിവാക്ക് എന്ന സ്ത്രീയെ കണ്ടെത്തി. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ ആ സ്ത്രീ പറഞ്ഞു, ഇത് പെൺകുട്ടിയല്ല, ഇതൊരു ആൺകുട്ടിയാണ്. പേര് കോങ് നിയോങ് എന്നാണ്. അവർ ഈ ഗ്രാമത്തിന് പുറത്താണ് താമസിക്കുന്നത്. ഈ വിവരങ്ങൾ പത്രപ്രവർത്തകർക്ക് പുതിയ അറിവായിരുന്നു. ഇതോടെ ആ കോങ് നിയോങ്ങിൻ്റെ വീട് കണ്ടുപിടിക്കാൻ എളുപ്പമായി. ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ കോങ് നിയോങ്ങിൻ്റെ അച്ഛൻ പറഞ്ഞു, ഇതെൻ്റെ മകനാണ്. അന്ന് ആ സാഹചര്യത്തിൽ നിന്നും ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2007 ഒരു പനി ബാധിച്ച് മരിച്ചു. ഇതാണ് ലോകം മുഴുവൻ ചർച്ചയായ കെവിൻ കാർട്ടർ പകർത്തിയ ദ വിൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്ന ഫോട്ടോഗ്രാഫിന് പിന്നിലെ സത്യാവസ്ഥ. ഈ ചിത്രം ഉയർത്തുന്ന പ്രധാന ചോദ്യം ഇന്നും പ്രസക്തമാണ്. ഒരു ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ ധർമ്മം എന്താണ്? താൻ കാണുന്ന ദുരന്തം ലോകത്തെ അറിയിക്കുകയാണോ, അതോ ആ ദുരന്തത്തിൽ നേരിട്ട് ഇടപെടുകയാണോ വേണ്ടത്? ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരമില്ല. എല്ലാ ഫോട്ടോ ജേർണലിസ്റ്റുകാരുടെയും കൺമുന്നിൽ അവർക്ക് ഇടപെടാൻ കഴിയാത്തതായ പലതും നടക്കുന്നുണ്ട്. അവയെല്ലാം ചിലപ്പോൾ ചിത്രങ്ങളായി ചരിത്രങ്ങളിൽ അവശേഷിക്കും. അതുകൊണ്ട് ഈ ചിത്രം കാണുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേവലം ഒരു കലാസൃഷ്ടിയോ പത്രവാർത്തയോ അല്ല, മറിച്ച് ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ ഇന്നും തുടരുന്ന പട്ടിണിയുടെയും ദുരന്തത്തിൻ്റെയും നേർക്കാഴ്ചകളാണ്. ഒപ്പം ഒരു മനുഷ്യൻ്റെ ധാർമ്മികമായ സംഘർഷങ്ങളുടെ പ്രതീകം കൂടിയാണ്. ഈ ചിത്രം നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.